ട്രിവാൻഡ്രം ടു ഗോവ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസമായിരുന്നു. രാവിലെ 8 മണിക്ക് തന്നെ ഞങ്ങൾ ചിക്കമംഗളൂരിൽ നിന്ന് പുറപ്പെട്ടു. ചിക്കമംഗളൂർ ഇന്നത്തെ ക്ലൈമറ്റ് വലിയ മോശമില്ല, വലിയ മഴയുമില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ജോഗ് ഫാളും പിന്നെ ദാണ്ടേലിയുമാണ്. ജോഗ് വാട്ടർഫാൾ ഇന്ത്യയിലെ 2ാം സ്ഥാനത്തിലും ലോകത്തിലെ 13ാം സ്ഥാനത്തിലാണ് നിലവിൽ ഉള്ളത്. ഇത് കർണാടക ജില്ലയിലെ ശിവമൊഗ്ഗ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജോഗ് വാട്ടർഫാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരാവതി പുഴയിൽ നിന്ന്. ചിക്കമംഗളൂർ സിറ്റിയിൽ നിന്ന് ജോഗ് ഫാളിലോട്ട് 209 കിലോമീറ്ററാണ്. ജോഗ് ഫാളിൽ നിന്ന് ദാണ്ടേലിയിലോട്ട് 175 കിലോമീറ്റർ. ദാണ്ടേലി അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിനും ആവേശകരമായ സാഹസിക പ്രവർത്തനങ്ങൾക്കും പേരുകേട്ടതാണ്. ദാണ്ടേലി ഒരു വന്യജീവി സങ്കേതം, ശുദ്ധജല വാട്ടർ റാഫ്റ്റിങ്ങിനും മറ്റ് ജലകായിക വിനോദങ്ങൾക്കും അവസരമുള്ള ഒരു സ്ഥലം കൂടെയാണ്. ചിക്കമംഗളൂരിൽ നിന്ന് ദാണ്ടേലിക്ക് 335 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ദാണ്ടേലിയാണ് സ്റ്റേ. പോകുന്ന വഴിക്ക് ജോഗ് ഫാളും കാണും. ഈ പോകുന്ന വഴി ഫുള്ളും ഗ്രാമപ്രദേശമാണ്, കൂടാതെ വനമേഖലയും. സാധാരണ കേരളത്തിലുള്ളവർ ഗോവയ്ക്ക് പോകാൻ ഈ റൂട്ടൊന്നും അങ്ങനെ തിരഞ്ഞെടുക്കാറില്ല. ഞങ്ങൾ കർണാടക ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ റൂട്ട് തിരഞ്ഞെടുക്കുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട്, മടിക്കേരി, ചിക്കമംഗളൂർ, ദാണ്ടേലി, അവിടെ നിന്നും ഗോവ. ഇതാണ് ഞങ്ങളെ മാപ്പ് റൂട്ട്. എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ മഴയൊന്നും ഇല്ലാത്ത ഒരു ക്ലൈമറ്റാണ്. ഈ കാണുന്നതൊക്കെ കർണാടക ജില്ലയിലെ ഭദ്ര വന്യജീവി സങ്കേതത്തിൻ്റെ കാടുകളാണ്. നമ്മുടെ നാട് പോലെ വലിയ വണ്ടികളൊന്നുമില്ല, റോഡ് മുഴുവൻ കാര്യമാണ്. എന്നാലും ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ മഴയായതുകൊണ്ടായിരിക്കും. ഞങ്ങളങ്ങനെ അയ്യനൂർ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് NH-66 ശിവമൊഗ്ഗ ജോഗ് ഫാൾ റോഡ് സ്റ്റാർട്ടാകുന്നത്. ഞങ്ങളങ്ങനെ ജോഗ് ഫാൾ വാട്ടർഫാളിലോട്ട് തിരിയുന്ന സ്ഥലമെത്തി.
ഇവിടെ നിന്ന് ജോഗ് ഫാളിലോട്ട് 5 കിലോമീറ്ററാണ്. ഞങ്ങളങ്ങനെ ജോഗ് ഫാളെത്തി. ഇന്നൊക്കെ നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഫോഗാണ്. ജോഗ് ഫാൾ വിസിബിലിറ്റി വളരെ കുറവാണ്. ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജോഗ് ഫാൾ 2 കിലോമീറ്റർ ദൂരത്തിലാണ്. നേരത്തെ താഴോട്ട് ഇറങ്ങേണ്ട വഴികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊക്കെ ക്ലോസായി. എനിക്ക് തോന്നി മഴ സമയത്ത് അങ്ങോട്ട് ആരെയും ഇറക്കത്തില്ലെന്നാണ് തോന്നുന്നത്. ഞങ്ങളങ്ങനെ അവിടെ നിന്നും ഇറങ്ങി. അടുത്തത് ദാണ്ടേലിയോട്ടാണ്. ജോഗ് ഫാളിൽ നിന്ന് 125 കിലോമീറ്ററിലാണ് ദാണ്ടേലി എന്ന സ്ഥലം. അങ്ങനെ നേരം രാത്രിയായി. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൻഷി വനമേഖലയിൽ കൂടാണ്. 250 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ വനമേഖല. ദാണ്ടേലി എത്താൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളതുകൊണ്ട് തന്നെ വണ്ടി നിർത്തേണ്ടി വന്നു. ഇവിടെ നിന്ന് 45 കിലോമീറ്ററാണ് ദാണ്ടേലിയിലോട്ട്. എന്തായാലും രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ വണ്ടിയൊന്നും വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ചെറിയ ഗ്രാമങ്ങളും വരുന്നുണ്ട്. ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ചോദിച്ചപ്പോൾ വലിയ മൃഗങ്ങളൊന്നും ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദാണ്ടേലി വഴി ഗോവ പോകാൻ പ്ലാനുള്ളവർക്ക് ഒരു 6 മണിക്ക് മുമ്പ് തന്നെ ഈ റൂട്ട് ക്രോസ് ചെയ്യാൻ നോക്കണം. എന്തായാലും ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പം നാളെ ദാണ്ടേലിയുടെ വിശേഷമായിട്ട് നാളെ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.